സന്തോഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആഗ്രഹിച്ചതാണ് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ കിട്ടുക എന്നുള്ളതും മുന്നോട്ടുള്ള പോക്കിന് വലിയൊരു ധൈര്യം തരുന്നത് കൂടിയാണിത്. അപ്പൊ അത് സംഭവിച്ചിരിക്കുന്നു. സിനിമയിൽ വന്ന ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നതും ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരമാണ്. പിന്നെ നോമിനേഷൻസിലേക്ക് വരുമ്പോൾ കൂടെ നോമിനേറ്റ് ചെയ്യപ്പെട്ട പേരുകളെല്ലാം ഞാൻ അത്രയും എന്താ പറയാ ആരാധിക്കുന്ന പേരുകൾ തന്നെയാണ്. ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ ഒരു മെൻഷൻ വരിക എന്ന് പറയുന്നത് ഒരു ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ ഒരു യുവനടൻ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അത് ഒരു വലിയ അംഗീകാരം തന്നെയാണ്. അപ്പൊ അത് ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഇത് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുമ്പോൾ ഓരോ ദിവസവും ഇതിന്റെ എക്സൈറ്റ്മെന്റ് മാനോളം നിൽക്കുമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഇപ്പോൾ ലൈവ് TV കണ്ടത്, പ്രസ് മീറ്റ് കണ്ടത്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു ഉത്സവം തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരും. ഓരോ പ്രാവശ്യം മാറ്റി വെച്ചപ്പോഴത്തേക്ക് പിരിമുറുക്കം ഇങ്ങനെ കൂടി അതിഭീകരമായിരുന്നു. കാര്യം ഞാനിത് അറിയുന്നത് ഫസ്റ്റ് ആദ്യത്തെ ഡേറ്റിന് 2 ദിവസം മുന്നെയാണ് ഞാൻ ഫൈനൽ ലിസ്റ്റിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അതിന് കൃത്യം തലേ ദിവസമാണ് മമ്മൂക്കയുടെ ഒപ്പമാണ് എന്റെ പേരുള്ളതെന്ന് അറിഞ്ഞത്. അപ്പൊ അന്ന് രാത്രി തന്നെ വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് പിറ്റേ ദിവസം അറിയാൻ പറ്റുമെന്ന് ഓർത്തു. പിന്നെ 2 ദിവസം 1-ാം തീയതിയിലേക്ക് മാറ്റി. പിന്നെ അത് 3-ാം തീയതിയിലേക്ക് മാറ്റിയപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു പ്രഷർ വന്നു. കാര്യം ഇതൊന്ന് തീരുമാനമായിരുന്നെങ്കിൽ എന്ന് വരെ ചിന്തിച്ചിരുന്നു. പക്ഷെ അതൊരു ഇതുവരെ ജീവിതത്തിൽ എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ബാക്കി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള അംഗീകാരം ഞാൻ പറഞ്ഞില്ല എപ്പോഴും ആഗ്രഹിച്ചതാണ്. അപ്പൊ ഇതിന് ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ യെസ് ഓർ നോ എന്നുള്ളതൊരു തീരുമാനമാവാതിരിക്കുന്നതിന്റെ ഒരു സുഖം വളരെ നന്നായി ഞാൻ ആസ്വദിച്ചു. അവാർഡിൽ ഒരു തലമുറ മാറ്റം ഉണ്ടായില്ല എന്ന് തോന്നുന്നു. ഇല്ലില്ല, അവാർഡിന്റെ തലമുറ ഇല്ലല്ലോ. പെർഫോമൻസിനാണ് തീർച്ചയായിട്ടും അവാർഡ്സ് കൊടുക്കുന്നത്. അപ്പം ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് ആരാണെന്ന് നോക്കിയിട്ടാണ്. അപ്പൊ അതിലൊരു തലമുറ ഇപ്പം നമ്മുടെ ഈ വർഷത്തെ അവാർഡ്സ് തന്നെ അതിന് വലിയൊരു എക്സാമ്പിൾ ആണ്. ഇപ്പം മികച്ച നടിയാണെങ്കിലും എല്ലാം നമുക്ക് എടുത്ത് നോക്കും, സംവിധായകർ ഉൾപ്പെടെ ഉള്ളവരെല്ലാം നമ്മുടെ തലമുറയിൽ നിന്ന് തന്നെ ഉള്ളവരാണെന്ന് പറയണം. ഏറ്റവും വലിയൊരു സന്തോഷം അതാണ്. എന്നോടൊപ്പം തന്നെ പ്രിയ സുഹൃത്തു കൂടിയായ ടൊവി ഉണ്ട്, ചിതു ഉണ്ട്. അപ്പൊ ഒരുപാട് സുഹൃത്തുക്കൾക്ക് കൂടെ കിട്ടിയ ഒരു അംഗീകാരം കൂടിയാണ്. മികച്ച നടനാകാൻ പറ്റിയില്ല എന്നതിലൊരു ചെറിയ ബുദ്ധിമുട്ട്, വിഷമം? പിന്നെ ഉറപ്പായിട്ടും ഉണ്ട്. ഞാനും പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും അത് തന്നെയായിരുന്നു. പക്ഷെ അതിനൊരു വിഷമം എന്ന് പറയാൻ പറ്റില്ല, ഒരു സുഖമുള്ള ഒരു ചെറിയ വിഷമം. ഓക്കെ, അടുത്ത വരും വർഷങ്ങളിൽ ആ ഒരു മികച്ച നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ. താങ്ക് യു. I'll try my best.